ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും നോട്ട് ബുക്കൊക്കെ എടുത്താ? നോട്ട് ബുക്ക് ഇല്ലാത്ത മറ്റേ ടെക്സ്റ്റ് ബുക്കിന്റെ PDF ഒക്കെ കിട്ടിയല്ലോ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ പേജ്. അപ്പൊ നമ്മളിപ്പോ ഒരു യൂണിറ്റ് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞ വീക്ക് നമ്മള് എന്താ പഠിച്ചേ? ഒരു യൂണിറ്റ് കഴിഞ്ഞതല്ലേ പഠിച്ചേ? ഓക്കെ, ഈ വീക്ക് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങണം കേട്ടോ. നമ്മള് അലിഫൊന്നും പഠിച്ചില്ലല്ലോ കഴിഞ്ഞ വീക്ക്? ഇല്ല. ഓക്കെ, ഹസൻ വന്നല്ലോ. ഓക്കെ, ഹസൻ വേഗം വാ. ബുക്കൊക്കെ എടുത്ത് മണ്ടി വാ, പുതിയ കൂട്ടുകാരൊക്കെ വന്നിക്കണം. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം കഴിഞ്ഞ യൂണിറ്റിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത്. ഓക്കെ, പുതിയ ആൾക്കാർ ശരിക്കും ശ്രദ്ധിക്കുക. ഇപ്പൊ എഴുതൊന്നും വേണ്ട കേട്ടോ. ഇപ്പൊ ഞാൻ എന്താണോ പറയുന്നത് അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമ്മള് 7ാമത്തെ പേജിൽ നമ്മൾ എന്താ ചെയ്തേ? ഇപ്പൊ എല്ലാവർക്കും പഠിഞ്ഞില്ല. ഇനി വേണമെങ്കിലും അതൊന്നും കൂടി. എന്റെ സ്ക്രീൻ ആരെടുക്കുന്നത്? എന്റെ സ്ക്രീനിൽ കളിക്കല്ലേ കേട്ടോ, ഫോണിൽ തൊടണ്ട. ആ ബുക്കില്ലയാ? ബുക്കുണ്ട് അപ്പാണ് അതിനാണ് വേദന പ്രിന്റ് കിട്ടിയത്. ഇപ്പൊ ബുക്കില്ലാന്ന് പറയുന്നേ? ഐസിൻ ആണ് കേട്ടോ ഇപ്പൊ സംസാരിക്കണേ. ഐസിൻ പുതിയ ഫ്രണ്ട്സിനെ കണ്ട? ഫാത്തിമ, നഫീസ, നൗറ, ഹസനോട് ഞാൻ എഴുതാൻ പറഞ്ഞില്ലോ. പുതിയ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ പരിചയപ്പെടാനല്ലേ പറഞ്ഞേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് ആദ്യത്തെ പേജില് 7ാമത്തെ പേജിൽ എന്തെന്ന് പഠിച്ചേ? നമ്മൾ തോണി വരക്കാൻ പഠിച്ചു അല്ലേ? നമ്മളൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊന്ന് ഓടിച്ചു പോവാണ് കേട്ടോ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ തോണി വരക്കാൻ പഠിച്ചു അല്ലേ? എന്റെ തോണിയൊക്കെ എന്താ വളഞ്ഞു പോണേ? ഓക്കെ, എന്താ നമ്മള് എഴുതണതിന് മുമ്പ് എന്തെന്നാ പറയാൻ പറഞ്ഞേ? മാഷാഅല്ലാ മബ്രൂക്ക്, ബിസ്മില്ലാ. ഓക്കെ, നമ്മളെപ്പോഴും ബിസ്മില്ലാ പറയണല്ലേ? ഓക്കെ, ഇത് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഹസൻ കണ്ട പുതിയ കുട്ടികൾ വിചാരിക്കും ഈ കുട്ടി എന്താ അങ്ങനെ എഴുതണ എവിടെയെന്ന്. ഞാൻ ഇതിൽ നോക്കാനല്ലേ പറഞ്ഞ? സ്ക്രീന് കാണുന്നില്ല എല്ലാവർക്കും? സ്ക്രീനിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മളിങ്ങനെ തോണി വരക്കാൻ പഠിച്ചില്ലേ? ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും എളുപ്പമായില്ലേ? എന്താണ് ബോട്ട്? ബോട്ട് വരക്കാനല്ലേ നമ്മൾ പഠിച്ച ആദ്യത്തെ പേജില്? ഓക്കെ, ഇനി നിങ്ങളുടെ എഴുതിയതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് മായ്ച്ചിട്ട് ഇതുപോലെ വൃത്തിയിൽ എഴുതണം കേട്ടോ. ആരെ വിളിച്ചേ? സെയിൻ? ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു തരണം. ബുക്ക് നോക്കണ്ട, എന്റെ സ്ക്രീനിൽ നോക്കിയാൽ മതി. സെയിൻ മാഷാഅല്ലാ ഇന്ന് ബുക്ക് കിട്ടി, ഇന്ന് കംപ്ലീറ്റ് വർക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് എഴുതുമ്പോൾ കൈ വേദനവും. കുറേശ്ശെ എഴുതിയാൽ മതി കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഈ പേജിൽ ചെയ്യണ്ടേ. നമ്മളിപ്പോ ഇതിൽ എന്താ ചെയ്യുന്നേ? ബോട്ട് വരക്കുക ചെയ്യുന്നല്ലേ? ബോട്ട് തോണിയില്ലേ? നമ്മൾ കടലിലും പുഴയിലൊക്കെ പോകുന്ന തോണി. എവിടുന്ന നമ്മൾ വരക്കുന്നേ? റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അല്ലേ? നമ്മൾ അറബി എഴുതുന്ന എപ്പോഴും റൈറ്റിന്ന് ലെഫ്റ്റിലോട്ടാണ് അല്ലേ? നമ്മൾ അറബി പഠിക്കുന്നത് എന്തിനാ നൗറ? എന്തിനാ അറബി പഠിക്കുന്ന? ഖുർആൻ ഓതാനല്ലേ? ഖുർആൻ വായിക്കാനാണ് നമ്മൾ അറബി പഠിക്കുന്നത്. അറബി എവിടുന്നാണ്? റൈറ്റിന്ന് ലെഫ്റ്റിക്ക്. സാധാരണ നമ്മളെപ്പോഴും ഇടത് ഭാഗത്തുനിന്നല്ലേ നമ്മൾ ഇംഗ്ലീഷും മലയാളമൊക്കെ എഴുതിയിരുന്നത്. ഇത് നമ്മൾ അങ്ങനെയാണ് അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് 3ാമത്തെ ലൈനാണ് ബേസ് ലൈൻ. ഓക്കെ, ഇതൊക്കെ ഇവർക്ക് അറിയണ്ടോ? ആയിറിന് അറിയാലോ ഇതൊക്കെ? ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം അവർക്ക് കേട്ടാ. പറയുമ്പോ എഴുതുമ്പോ തെറ്റുണ്ടോ നോക്കിക്കോളി. ഓക്കെ, അപ്പൊ 3ാമത്തെ ഇതാണ് നമ്മുടെ ബേസ് ലൈൻ. അതിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അല്ലേ? പിന്നെ ഒരു ലൈന് ഈ ലൈന് കഴിഞ്ഞു. അപ്പൊ 4 ലൈന് കഴിഞ്ഞു. പിന്നെ നമ്മൾ 1, 2, 3 ഇതാണ് നമ്മുടെ ബേസ് ലൈൻ. ഓക്കെ, പിന്നെ നമ്മൾ എഴുതേണ്ടത് ഇവിടെയാണ്. ഓക്കെ,
ഇങ്ങനെ വൃത്തിയിൽ നിങ്ങൾ ആരെങ്കിലും എഴുതിയതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒക്കെ തെറ്റി എഴുതണം കേട്ടോ. വീണ്ടും 4ാമത്തെ ലൈന് വിട്ടു. പിന്നെ 1, 2, 3. പിന്നെ ഇവിടെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ് ലൈൻ. ഇതിലെങ്ങനെ നമ്മൾ എഴുതാൻ പാടില്ല പറഞ്ഞത്? ദാ ഇതുപോലെ ഇങ്ങനെ എഴുതരുത് പറഞ്ഞു, അതേപോലെ ഇങ്ങനെ എഴുതരുത് പറഞ്ഞു, അതേപോലെ ഇങ്ങനെ താഴോട്ട് എഴുതരുത് പറഞ്ഞു. ഇതൊക്കെ തെറ്റാണ് പറഞ്ഞു അല്ലേ? ഓക്കെ, നമ്മൾ എന്താ പഠിച്ചത്? ഇങ്ങനെ എഴുതാനാണ് പഠിച്ചല്ലേ? അപ്പൊ ഇത് മാത്രമാണ് ഓക്കെ, ഇത് മാത്രമാണ് നമ്മൾ ആദ്യത്തെ 7ാമത്തെ പേജിൽ ചെയ്യുന്നത് അല്ലേ? അടുത്ത പേജിൽ എന്താണ്? ഓക്കെ, 8ാമത്തെ പേജിൽ പുതിയ സ്റ്റുഡന്റ് ശ്രദ്ധിക്കണേ. ആദ്യം വേഗം വാ. 8ാമത്തെ പേജിൽ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്, അതായത് വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക, അതായത് തുടർച്ചയായിട്ട് എഴുതുക. മാഷാല്ലാ, ആദം വന്നല്ലോ. ഇപ്പൊ വന്ന ആള് ആദമാണ് കേട്ടോ, ആദം. ഓക്കെ, അപ്പോ 8ാമത്തെ പേജിൽ നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തോണി വരക്കുക. ഓക്കെ, ബോട്ട്, കുറേ ബോട്ടുകൾ ഒരുമിച്ച് വരക്കുകയാണ് നമ്മൾ ചെയ്തല്ലേ? ഓക്കെ, ആരാ വിളിച്ചേ? ഓക്കെ, സ്ക്രീൻ കാണാത്തവർ പറയണേ. അപ്പൊ ഇതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തോണി വരച്ചു. അതെങ്ങനെ നമ്മൾ ചെയ്തേ? റൈറ്റ് നിന്ന് ലെഫ്റ്റ്ക്ക് കണ്ടിന്യൂസ്, ഒന്നുമെന്ന് അടുത്തതിലോട്ട്, പിന്നെ വീണ്ടും അടുത്തത്, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തോണി. ഒരുപാട് വലുതാ. പറ. എന്റെ ഉപ്പാന്റെ ടാബ്ലറ്റിന്റെ പെർസെന്റേജ് 10 ആണ്. 10 ആണ്? മാഷാല്ലാ. ഇപ്പൊ ഈ വീട്ടിലാ? ഞാൻ എന്റെ ഉപ്പാന്റെ ഓഫീസിലാണ്. പണ്ട് ചോദില്ല. നല്ല കുട്ടി. ഉപ്പാന്റെ ഓഫീസിൽ ഇരുന്നിട്ടും ക്ലാസ്സിൽ കയറിയത് കണ്ടോ? മാഷാല്ലാ, ഐജി നല്ല കുട്ടിയാണ്. വേറൊന്ന് ക്ലാസ് ഞാൻ കേറിയിട്ടുണ്ടാവുന്നത്. നല്ല കുട്ടിയാണല്ലേ? വെരി ഗുഡ്, ഗുഡ് ബോയ്. വേറെ മാമിന്റെ അവിടെ പോയി, വേറെ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു അല്ലേ? മാഷാല്ലാ, വെരി ഗുഡ്. അപ്പോൾ ബേസ് ലൈനിൽ നമ്മൾ എഴുതി, 4ാമത്തെ ലൈന് വിട്ടു, പിന്നെ 1, 2, 3. പിന്നെ അടുത്തതില് ഇതിൽ തന്നെ റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്. ഓക്കെ, തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെ തോണി വരക്കുക. പിന്നെ ഇതില് ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്തത് അല്ലേ? ഇതിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അറബി അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കും കേട്ടോ. പിന്നെ ഈ തോണിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അറബി അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കും അല്ലേ? ഇനി നമ്മൾ അടുത്ത ഇത് 8ാമത്തെ പേജ് അല്ലേ? ഇത് 9ാമത്തെ പേജ്. ഇതിലാരോ ക്ലോക്കൊക്കെ വരച്ച് വെച്ചിന്ന് എനിക്ക് വർക്ക് അയച്ചു തന്നപ്പോ, ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ക്ലോക്ക് വരക്കുന്ന. നിങ്ങൾ ക്ലോക്കൊന്നും വരക്കണ്ട കേട്ടോ. നിങ്ങൾ എന്ത് മാത്രം ഞാൻ എഴുതാൻ പറയുന്നത് മാത്രം എഴുതിയാൽ മതി. ഞാനിപ്പോ ഇവനെ ആ ക്ലോക്ക് വരക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ടീച്ചർ പറയുമ്പോ കുഴപ്പമില്ല. ആ ക്ലോക്ക് നോക്കുമ്പോ അവർക്ക് ഒന്നും കൂടി മനസ്സിലാവും. അപ്പൊ നല്ലതാ, കുഴപ്പമില്ല. അത് മാത്രം ആകെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് എഴുതാൻ വേണ്ടി. കുഴപ്പമില്ല. അത് ഓർക്കുമ്പോ പറ, ഒന്നും കൂടി പറ. ഐസിൻ പറയൂ. കണ്ടിന്യൂസിങ് ക്ലോക്ക് വൈസ്. ഓക്കെ, വെരി ഗുഡ്. കണ്ടിന്യൂസ് ആയിട്ട് ക്ലോക്ക് വൈസ് കണ്ടിന്യൂസ് റൗണ്ട് റൈറ്റിംഗ്. അതെങ്ങനെയാണ്? നമ്മളൊരു ക്ലോക്കിന്റെ സൂചി 12ൽ നിന്ന് ഇങ്ങനെ 1, 2, പിന്നെ 3 അല്ലേ? പിന്നെ 4, 5, 6. ഇനി നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലോക്ക് വരച്ചിട്ട് പിന്നെ എഴുതിയാലൊക്കെ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എളുപ്പത്തിന് എങ്ങനെയാണോ അങ്ങനെ എഴുതാം. അപ്പൊ എനിക്ക് ആദം അയച്ചു തന്നപ്പോൾ പിന്നെ അങ്ങനെയായിരുന്നു ചെയ്തത്. ഇത് എഴുതിയിട്ടാണ് പിന്നെ എഴുതുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. നമ്മളപ്പോ 12ൽ നിന്ന്
ക്ലോക്ക് അതായത് ക്ലോക്ക് വൈസ് കണ്ടിന്യൂസ് റൗണ്ട് റൈറ്റിംഗ്. അതായത് ക്ലോക്ക് കറങ്ങുന്ന പോലെ റൗണ്ടിൽ എഴുതുക അല്ലേ. നമ്മൾ എവിടെ മറ്റേ നൗറൊക്കെ അവിടെ ഉണ്ടായിരിക്കുമല്ലോ, എനിക്ക് എല്ലാരും കൂടി സ്ക്രീനിൽ കാണാൻ പറ്റില്ല. പക്ഷെ അപ്പൊ എല്ലാം ടുഗദർ ആക്കിയിട്ട് കണ്ടിന്യൂസിങ് ആക്കാം. കണ്ടിന്യൂസ് ആക്കാം. ഓക്കെ, ഈ അതൊക്കെ എഴുതിയില്ലേ. അപ്പൊ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ അതാ ഇങ്ങനെ 3-ൽ നിന്ന് 6-ലോട്ട്, 6-ൽ നിന്ന് 9-ലോട്ട് വീണ്ടും കറങ്ങി 12-ലോട്ട്. അങ്ങനെയാണ് ക്ലോക്കിൽ സൂചി പോവുക. നമുക്ക് 12-ൽ നിന്ന് അതിന്റെ ഉള്ളിലൂടെ എടുത്ത് പുറത്തോട്ട് വരാം. ഉള്ളിലൂടെ എടുക്കുമ്പോൾ വീണ്ടും 3-ലൂടെ അങ്ങനെ 6-ലൂടെ അതങ്ങനെ 9-ലൂടെ വന്ന് ഇങ്ങനെ പിന്നെ അതിന്റെ പുറത്ത് കൂടി റൗണ്ട് ആയിട്ട് വരക്കുക. ഓക്കെ, ഇതെന്താണ് ഇതാ 6-ലൂടെ വന്നു, 9-ലൂടെ പോയി, ഇതാ 12-ലൂടെ വീണ്ടും റൗണ്ടിൽ ഇങ്ങനെ വന്നു, പുറത്തോട്ട് വന്നു, വീണ്ടും റൗണ്ടിൽ ഇങ്ങനെ പുറത്തോട്ട് വന്നു. ഇങ്ങനെ ഇതാണ് ക്ലോക്ക് വൈസ് കണ്ടിന്യൂസ് റൗണ്ട് റൈറ്റ്. ഇതായത് റൗണ്ടിലുള്ള അറബി അക്ഷരങ്ങളിൽ റൗണ്ട് റൈറ്റ് ഉണ്ട്. അപ്പൊ റൗണ്ടിലുള്ള അക്ഷരങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോക്ക് കറങ്ങുന്ന പോലെ റൗണ്ടിൽ ഇങ്ങനെ പറഞ്ഞു എഴുതിയാൽ മതി. 6-ൽ നിന്ന് 9-ലോട്ട്, 9-ൽ നിന്ന് 12-ലോട്ട്, 3-ലോട്ട്, വീണ്ടും 6-ലോട്ട്, അങ്ങനെ. ഞാന് നമ്മൾ വാങ്ങിയുടെ 2 ലൈൻ എന്താണ് ഉപയോഗിച്ചിട്ടാണ് കളക്ട് എഴുതുന്നത് ചെയ്തെന്ന് കേട്ടോ. പറഞ്ഞു കൊടുക്കാം. ഇതെടാ പോയാ ന്യൂ സ്റ്റുഡൻസ് ഇല്ലേ, ആ അവന്മാരെ റോങ് ആക്കിയാല് മാം പറയും, അവന്മാർ റോങ് ആക്കിയാല് ഞാൻ ആ ശരിയാക്കാം. മാം റോങ് ആക്കിയാല് ഐസിൻ പറഞ്ഞുതരും. പറ. നെക്സ്റ്റ് വണ് കുറച്ച് സിമിലർ ആണ്. എന്താ പറഞ്ഞേ? കേട്ടില്ല. മനസ്സിലായില്ല. നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞ എനിക്ക് കേൾക്കണില്ല. പിന്നെ എന്തെല്ലാം ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഞാനിന്ന് മെസ്സേജ് കൃത്യമായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ശ്രദ്ധിക്കാന്ന്. ഓക്കെ, ആരുടെ ഫോണിന് ഒരിതുണ്ട്. നമ്മുടെ ക്ലാസ് തടസ്സം ഉണ്ടാവുന്ന സൗണ്ടുകൾ ബാക്ക്ഗ്രൗണ്ട് പാടില്ല. നിങ്ങൾ റൂമിൽ കയറി ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലുള്ളവർ വേറെ ഫോൺ ഉപയോഗിക്കരുത്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇത് കഴിഞ്ഞ അടുത്തത് നമ്മൾ ഇതിലാണ് എഴുതട്ടാ. നഫീസ മോൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി. 12-ൽ നിന്ന് ഇങ്ങനെ 3-ലോട്ട് ഇങ്ങനെ റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു പ്രാവശ്യം മാത്രം ഉള്ളിലൂടെ പുറത്ത്, പിന്നെയൊക്കെ പുറത്തു കൂടി റൗണ്ട് കേട്ടാ. ഇങ്ങനെയാണ് നമ്മൾ ഈ പേജിൽ ചെയ്യേണ്ടത്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് കണ്ടിന്യൂസ് ലോങ് അല്ല റൗണ്ട്. ലോങ് അല്ല കേട്ടോ, നേരത്തെ നമ്മൾ വരച്ചത് ലോങ് ആണ്, ഇത് റൗണ്ട് ലെറ്റർ ആണ് ഇനി നമ്മൾ എഴുതുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി എന്താണ്, ഇനിയിപ്പോ ക്ലോക്ക് വരച്ചെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആദം ചെയ്ത പോലെ നിങ്ങൾക്ക് എളുപ്പം എങ്ങനെയാണോ അത് ചെയ്തോളൂ, എന്നിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. ഇനി 10-ാമത്തേതില് റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ഓവൽ ഷേപ്പ് റൈറ്റിംഗ്. ഓവൽ ഷേപ്പ് ഈ പേജ് അല്ലേ. ഓക്കെ, ഇതിലെന്താണ് ഓവൽ ഷേപ്പ് അല്ലേ. നമ്മൾ ഓവൽ ഷേപ്പ് വരക്കാനാണ് ഈ പേജിൽ പറയുന്നത് അല്ലേ. ഓവൽ ഷേപ്പ് എങ്ങനെ വരക്കുക ഞാൻ കാണിച്ചു തരാം. ഇന്നലെ നമ്മൾ ചെറുതായിട്ടൊരു ക്ലാസ് എടുത്തിരുന്നു അല്ലേ. ഓക്കെ, ഓവൽ ഷേപ്പ് റൈറ്റിംഗ്. എത്ര പറഞ്ഞാൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ളൊരു അവസരം ഇല്ല, വെറുതെ സൗണ്ട് ഉണ്ടാക്കുക. ഇതാണ് ഓവൽ ഷേപ്പ്. ഓക്കെ, ഓവൽ ഷേപ്പ്. ഓവൽ ഷേപ്പ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഓവൽ ഷേപ്പ് വരച്ച് അതിന്റെ പുറത്തോട്ട് ഒരു വാലിടണം കേട്ടോ. പിന്നീട് ഇത് വെച്ച് നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയും കേട്ടോ. എന്താണ് ഓവൽ ഷേപ്പ് കേട്ടോ. ഇത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതരുത്, അതേപോലെ പറ്റ നിലത്താക്കിയിട്ട് ഇങ്ങനെ എഴുതരുത് കേട്ടോ. ഇത് രണ്ടും തെറ്റാണ്. നമ്മൾ എഴുതേണ്ട എങ്ങനെയാണ്, ഇങ്ങനെ പകുതിന്ന് കണ്ടിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട്
എന്താണ് ഓവൽ ഷേപ്പ് അല്ലേ? ഇങ്ങനെ എഴുതാട്ടോ. ഇതൊക്കെ ആദ്യം ബുദ്ധിമുട്ടായാലും പിന്നീട് നിങ്ങൾക്ക് എളുപ്പം അത് വെച്ച് അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ കേട്ടോ. അടുത്തത് ഇതാണ് എഴുതേണ്ടത് ഈ പേജിലും. ഓക്കെ, ഇതുവരെ ഞാൻ ന്യൂ സ്റ്റുഡൻറ്റിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അതേപോലെ ഇനി അക്ഷരം വരുമ്പോൾ എല്ലാവരും നോക്ക്. ഓക്കെ, ഇനി അക്ഷരത്തിലോട്ട് വന്നു നമ്മളല്ലേ. നമ്മൾ ബ, ബി, ബു എന്നൊക്കെ പഠിച്ചു അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നോക്കിയേ, ഓറ, നഫീസ, പിന്നെ ആരാ, ഫാത്തിമ. നിങ്ങൾ 3 പേര് ശ്രദ്ധിക്കട്ടാ. ഓക്കെ, ആരാ വിളിച്ചേ? മാം ആ എനിക്കൊന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. പടച്ചോനെ, അതൊക്കെ എടുത്തു വെക്ക്, അതൊക്കെ എടുത്തു വെക്ക്. എന്താ? എന്റെ ഓഫീസിൽ നിന്ന് നല്ല പരിപാടി, അത് എടുത്തു വെച്ചേ. ഇപ്പൊ ഇവിടെ നമ്മൾ പഠിക്കല്ലേ. ഈ കാർഡിലാണോ ഡിഫറെന്റ് കാർഡ്? എന്നാ ഞാണ്ടല്ലോ അത് എടുത്തു വെച്ചിട്ട് ഇത് ശ്രദ്ധിക്കട്ടാ, ക്ലാസ് ശ്രദ്ധിക്ക്. ഈ കാർഡല്ല, ഈ കാർഡിന്റെ പുറകിൽ ഈ കാർഡ് ഉണ്ടാവുന്നു. പിന്നെ ഈ ക്ലാസ് കാർഡല്ല, പക്ഷെ ഞാനിപ്പോ ഈ കാർഡിന്റെ പുറകിലുണ്ട് ഡിഫറെന്റ് കാർഡ്. ഓക്കെ, ഐസിൻ മോൻ ഇത് ശ്രദ്ധിക്കട്ടാ. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ നമ്മള് ഒരു തോണി വരക്ക. നഫീസ ശ്രദ്ധിച്ചേട്ടാ. മറ്റേ ഇവര് പോയാ, എന്താണ് അവളെ പേര്? ഒരു മിനിറ്റ്, ഫാത്തിമ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നില്ലേ, നൗറ. അവളെവിടെയാ? ആദമ. നൗറ അല്ല, പുതിയ സ്റ്റുഡന്റ് നൗറ. നൗറ തന്നെയല്ലേ? നൗറ അവിടെ ഉണ്ടാ? ഓക്കെ ഓക്കെ ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ആദമ. ഓക്കെ ഓക്കെ, ഉണ്ട് ഉണ്ട്. എനിക്ക് എല്ലാവരെയും കൂടി കാണുന്നില്ല. ഞാൻ എൻ്റെ സ്ക്രീനിലോട്ട് പോകുമ്പോൾ എല്ലാവരെയും കൂടി കാണുന്നില്ല, അതാ ചോദിച്ചത്. ഓക്കെ, ഫാത്തിമ വന്നു. ഫാത്തിമ, നൗറ, മറ്റേ പുതിയ മറ്റേ ന്യൂ സ്റ്റുഡന്റ് ഇതിൽ കാണില്ലല്ലോ. ഉണ്ട് ഉണ്ട്, അവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തേ? ഇനി നമ്മൾ ഒരു തോണി വരച്ചു. നമ്മൾ കുറേ തോണികൾ വരച്ച് പഠിച്ചില്ല, അതിലൊരു തോണി വരച്ചു. അതിൻ്റെ അടിയിൽ ഒരു ഡോട്ട് ഇട്ടു, താഴെ ഡോട്ട് ഇട്ടു. താഴെ ഡോട്ട് ഇടുമ്പോൾ നമ്മൾ അതെന്ത് വായിക്കും? അതിൻ്റെ മുകളിൽ ഒരു ചെരിഞ്ഞ വര വരച്ചു. അപ്പം നമ്മൾ അതിനെന്താ വായിക്കുക പറഞ്ഞു കൊടുത്തേ? ബാ. വെരി ഗുഡ്, ബാ, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ബാന്റെ ഐഡന്റിറ്റി എന്താണ്? താഴെ ഒരു ഡോട്ട് അല്ലേ? താഴെ ഒരു ഡോട്ട് ഇട്ടാല് അത് ബാ. അതിന്റെ മുകളിൽ വരട്ടാല് ബാ. അകാരത്തിന്റെ അടയാളാണെന്ന് അതിന് പറയാ കേട്ടോ. ഓക്കെ, അതേപോലെ താഴെ ഡോട്ട് താഴെ ഡോട്ട് ഇട്ട് അതിന്റെ അടിയിലാണ് ഈ വര വരുന്നെങ്കിൽ ബി. ഓക്കെ, അതിനാണ് വന്നല്ലോ, മാഷാല്ലാ, ബി. ഓക്കെ, പിന്നെ താഴെ ഡോട്ട് ഇട്ട് ഇങ്ങനെ ഉകാരത്തിന്റെ ചിഹ്നം ഉണ്ടോ, കർവ്ഡ് സിമ്പിൾ ഇട്ടാല് ബു. ഓക്കെ, ഓക്കെ ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത് ബ, ബി, ബു, അത് നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, അതേപോലെ വീണ്ടും ഒരു തോണി വരച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ 2 ഡോട്ട് ഇടുന്നുണ്ടെങ്കിൽ അതേപോലെ അതിന്റെ മുകളിൽ ഒരു വര ഇട്ടാല് ത. ഓക്കെ, വെരി ഗുഡ്. ഐറിൻ, ഓഡിയോ ഓൺ അല്ലേ? കേൾക്കുന്നില്ലല്ലോ? ഓക്കെ, പിന്നെ അപ്പൊ നമ്മൾ എവിടെ 2 ഡോട്ട് മുകളിൽ കണ്ടാൽ അത് ത ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ അതിന്റെ ചിഹ്നം എവിടെയാണ്? താഴെയാണെങ്കിൽ തീ വായിക്കും, മുകളിലാണെങ്കിൽ ത. ആ സൗണ്ട് വരുന്നതാണ് മുകളിലിടുമ്പോ. ഈ സൗണ്ട് വരും താഴെ ഇടുമ്പോ അല്ലേ? പിന്നെ നമ്മള് വീണ്ടും ഫാത്തിമ, അത് ഫതഹ എന്നാണൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? അത് നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. അത് ഫതഹ എന്നൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ മനസ്സിലാക്കുക, പിന്നീട് നമ്മൾ അതിന്റെ പേരൊക്കെ പഠിക്കും കേട്ടോ. അതൊരു വളഞ്ഞ കൊടക്കമ്പി പോലത്തെ ഒരു വളഞ്ഞ കൊടക്കമ്പി അല്ല, എന്താണ്, കൊടന്റെ കാല്. ഇപ്പോഴത്തെ കൊടക്കൊക്കെ നല്ല കാലാണ്, പണ്ടൊക്കെ വളഞ്ഞ കാലുള്ള ഒരു കൊട ഉണ്ടായിരുന്നു. അതുപോലത്തെ ചിഹ്നാണ് ഉകാരത്തിന്റെ ചിഹ്നം. ഊ എന്നുള്ള ഉച്ചാരണം. മലയാളത്തിലാണ് അത് പറയുന്നത് കേട്ടോ. അറബിയിൽ നമ്മൾ പിന്നീട് പഠിക്കും.
ഇപ്പൊ അകാരം, ഇകാരം, ഉകാരം. വീണ്ടും നമ്മളൊരു തോണി വരച്ചു. അതിന്റെ മുകളിൽ 3 ഡോട്ട് ഇട്ടു. അതിന്റെ മേലെ വരട്ടപ്പോ എന്താണ്? അദ്നാൻ സ. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. മാം 5% ബാറ്ററി ഉള്ളൂ. എന്തേ ഫോണൊക്കെ ചാർജ് ചെയ്യാതിരുന്നേ? അപ്പൊ ഇതെന്താണ്? സി. ഓക്കെ, ഇതെന്താണ്? സു. ഓക്കെ, അദ്നാൻ പറഞ്ഞേ സു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോ നൗറ ഒരു തോണി വരച്ചു, അടിയിൽ ഡോട്ട് ഇട്ടു, ബാ. ഒരു തോണി വരച്ചു, മുകളിൽ 2 ഡോട്ട് ഇട്ടു, താ. ഇത് ഐസിൻ, ഐറിൻ ആൻഡ് അദ്നാൻ. പിന്നെ ആരാ? ഹസൻ. നിങ്ങളൊക്കെ ഇനി ഇത് തെറ്റിച്ചാല് ഞാൻ ചൂരലെടുക്കും കേട്ടോ. ഓക്കെ, ഇതെന്താണ്? സ. ഓക്കെ, അപ്പൊ നമ്മൾ 3 അക്ഷരം എഴുതാൻ പഠിച്ചു അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തോണി വരച്ച് പഠിച്ചത് കേട്ടോ. നഫീസ, നഫീസ മനസ്സിലായ? അടിയിൽ ഡോട്ട് ഇട്ടാല് ബ, മുകളിൽ 2 ഡോട്ട് ഇട്ടാല് ത, 3 ഡോട്ട് ഇട്ടാല് ത. സ എന്ന് പറയുമ്പോ എപ്പോഴും നമ്മള് നാവിന്റെ തുമ്പി മുൻഭാഗത്ത് പല്ല് തട്ടുട്ടോ. അതാ സ. നിങ്ങള് സ പറയരുത്, അത് വേറെ അക്ഷരാണ്. നഫീസ് അങ്ങോട്ട് നോക്ക്. സ ഇത് അല്ല, സ എന്നാ പറയാ. ഇങ്ങനെ സ കണ്ട, നാവിന്റെ തുമ്പ് ഇവിടെ തട്ടും. ഓക്കെ, അപ്പൊ ബ ത സ. ഇനി നമ്മൾ ഒരു അക്ഷരം കൂടി പഠിച്ചു അല്ലേ? അതെന്തായിരുന്നു? ഇത് ന. ഇത് എഴുതുമ്പോഴേ ഇതുവരെ നമ്മൾ എഴുതിയത് ഇങ്ങനെയല്ലേ? പക്ഷെ ന എഴുതുമ്പോൾ ഇത്തിരി താഴോട്ട്, അതായത് അതിനൊരു സ്റ്റൊമക്ക് ഉണ്ട്, ഉണ്ടോ? ഇത്തിരി ചെരിഞ്ഞ് ഉണ്ടോ? അത് ഇത്തിരി വരയുടെ ഇത്തിരി താഴോട്ട് വരും. ന. ഓക്കെ, ഇതിലാണോ മറ്റേ ഡിസൈൻ്റെ കാർഡ്? ഓക്കെ, ന, നീ, നു. നീ, നു, ന. അപ്പൊ ഞാന്റെ ഐഡന്റിറ്റി എന്താണ്? ഇപ്പൊ നമ്മള് ബ, ബി, ബു. ബ, ബി, ബു. നമ്മൾ ബിസ്മില്ല എന്നൊക്കെ പറയുന്നത് ദാ ഈ അക്ഷരം ഉപയോഗിച്ചാണ്. ഞാൻ ഇതാണ് ബ, ബി, ബു. ഇത് ത, തി, തു. ത, തി, സു. ഓക്കെ, ന, നീ, നു. ഓക്കെ, ഫാത്തിമക്ക് അറിയണ്ടാവും അല്ലെ? ഫാത്തിഹ ഓതാൻ അറിയില്ലേ ഫാത്തിമക്ക്? ഓക്കെ, മാഷാ അല്ലാഹ്, മബ്രൂക്ക്. അപ്പൊ അതില് ഇയ്യാക നഅ്ബുദു ല്ലേ? നഅ്ബുദു. അവിടെ വന്ന ന ആണ് ഇത് ട്ടാ. ഓക്കെ, അതേപോലെ ബിസ്മില്ലാ, ബി. ഓക്കെ, ഇനി നമ്മളിത് കൂട്ടി എഴുതാൻ വായിക്കൂട്ടാ. അതേപോലെ ഞാന്റെ പ്രത്യേകത എന്താണ്? നൗറ അല്ല, നൗറ നഫീസ ശ്രദ്ധിക്ക. ഞാന്റെ ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? നഫീസന്റെ ഫോണ് അവിടെ എന്താ വെച്ചാല് അവിടെ വേറെ സൗണ്ട് ഉണ്ട്. അത് നമ്മളെ ക്ലാസ് തടസ്സപ്പെടുന്നുണ്ട്. നഫീസന്റെ കൂടെ ആരാ ഉള്ളേ? ആ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ. നഫീസ മൈക്ക് ഓൺ ആക്ക്. നഫീസ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ. ഞാൻ ഇപ്പൊ ഓഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓണാക്കിയോ? നഫീസന്റെ കൂടെ ഇരിക്കുന്ന ആളിനെ ഒന്ന് വിളിച്ചേ. നഫീസ
കൂടെ ഇരിക്കുന്ന ആളാരാ? ബ്രദറാ. നിങ്ങളെ ഉമ്മയാണ്? ഉമ്മയാ. ഉമ്മ തന്നെ. ഉമ്മ. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തടസ്സപ്പെടുന്ന സൗണ്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പാടില്ല. നഫീസ ജോയിൻ ആയ മുതൽ വേറെ സൗണ്ടുകൾ വരുന്നുണ്ട്. ആ കുട്ടീനോട് ശ്രദ്ധിക്കാൻ പറയാ. ഇത് റെക്കോർഡിംഗ് ആണ്, ഇത് വീഡിയോ അല്ലേ. വേറെ ടിവിയോ മറ്റു ഫോണുകളോ എന്തൊക്കെയോ അവിടെ ഉണ്ട്. അതിന്റെ ഒരു എക്കോ നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പൊ കുട്ടീനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അവള് നന്നായി ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ക്ലാസ്സിൽ ഇരിക്കുകയാണ്. പക്ഷെ അതിനൊന്ന് സൗകര്യം ചെയ്ത് കൊടുക്കിങ്ങളെ. അപ്പൊ നഫീസ വായിച്ചേ. ഇത് ഞാ. ഓക്കെ, മോള് ഉറക്കെ പറഞ്ഞേ. വെരി ഗുഡ്. അപ്പൊ ഞാന്റെ പ്രത്യേകത എന്താന്ന് നമ്മൾ പഠിച്ചേ? ഒരു രക്ഷയില്ല, അദ്ദേഹത്തിലെ സൗണ്ടിന് ഒരു മാറ്റമില്ല. ഞാന്ന് പറഞ്ഞാല് നമ്മള് ഒറ്റക്ക് എഴുതുമ്പോ നമുക്ക് ഇത്തിരി വ്യത്യാസമുണ്ട് അല്ലെ? മറ്റതൊക്കെ എഴുതുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് അല്ലെ? എങ്ങനെയാണ് ഉണ്ടാവും? ഇങ്ങനെ കുറച്ച് താഴോട്ട്, അതിനൊരു സ്റ്റൊമക്ക് ഉണ്ട് അല്ലെ? ഇത്തിരി താഴോട്ട്, വരന്റെ താഴോട്ട്. മറ്റേതൊക്കെ നമ്മൾ വരന്റെ മുകളിൽ എഴുതി ബാ ഒക്കെ എഴുതി അല്ലെ? ബാ ത ഒക്കെ അല്ലേ എഴുതി അല്ലെ? ഈ പക്ഷെ ഞാൻ എഴുതിയപ്പോ നമ്മൾ മുകളിൽ ഡോട്ട് ഇട്ടു, അങ്ങനെ അല്ലെ? ഇത് ഒറ്റക്ക് എഴുതുമ്പോഴാണ് ഇങ്ങനെ എഴുതട്ടോ. അതേപോലെ വേറൊരു വാക്കിന്റെ കൂടെ ലാസ്റ്റ് എഴുതുമ്പോൾ ഇതിപ്പോ 2 3 ഇതങ്ങനെ ലാസ്റ്റ് എഴുതുമ്പോഴും നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഉണ്ടോ? ഇതൊക്കെ ഇങ്ങനെ എഴുതുമ്പോ ഇപ്പൊ നമ്മള് നബത്തല്ല അല്ല, ഇപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ വേറെ ഇതിന്റെ ലാസ്റ്റ് എഴുതുമ്പോഴും ഇങ്ങനെ എഴുതുക, ഒറ്റക്ക് എഴുതുമ്പോഴും ഇങ്ങനെ എഴുതുക. പക്ഷെ കൂട്ടത്തിൽ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതട്ടോ. ഇതിന് ശേഷം വേറെ അക്ഷരം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതട്ടോ. ഇതാണ് ന. ഓക്കെ, അങ്ങനെയാണ് എഴുതട്ടോ. എന്നൊക്കെ എഴുതുമ്പോ ഇങ്ങനെ. അപ്പൊ അത് ശ്രദ്ധിക്കട്ടോ. നാന്റെ പ്രത്യേകതയിൽ പെട്ടതാണ്. അപ്പൊ ബ ഒക്കെ എവിടെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുള്ളൂ. ഞാൻ എഴുതുമ്പോ ലാസ്റ്റ് എഴുതുമ്പോൾ ഇതാ ഇങ്ങനെ എഴുതും, ഫസ്റ്റ് എഴുതുമ്പോ ഇങ്ങനെ. ഫസ്റ്റ് മീൻസ് അതിനുശേഷം വേറെ അക്ഷരങ്ങൾ ഉണ്ടാവുമ്പോ ഇങ്ങനെ എഴുതും കേട്ടോ. ഓക്കെ, ഇനി അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഹസൻ പറഞ്ഞേ. പിന്നെ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു വേർഡ് എഴുതാൻ പഠിച്ചു അല്ലേ? മാഷാ അല്ലാ, നഫീസ് മോള് നല്ല കുട്ടിയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, 1 2 3. പിന്നെ നമ്മൾ 3 തോണി ഒരുമിച്ച് വരച്ചു അല്ലേ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് റൈറ്റിംഗ് പഠിച്ചില്ലേ? ലോങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ പഠിച്ചില്ലേ? അവിടെ ആദ്യത്തേൽ നമ്മൾ ഇങ്ങനെ എഴുതി. എന്താ വായിച്ചേ? ബ. ഇതെന്താണ്? ത. ഓക്കെ, നൗറ വായിച്ചേ. ഇവരെ കൂടെ ഒരാളും കൂടി ഉണ്ട്, അവരൊന്നും ക്ലാസ്സിന് വന്നിട്ടില്ല അല്ലെ? ഓക്കെ, നബത്ത. ഇനി ഞാൻ വേറെ ഒന്നും കൂടി എഴുതിത്തരാം. പിന്നെ നമ്മൾ 3 തോണി വരച്ചു. ലാസ്റ്റത്തത് ഇത്തിരി വലുതാക്കിക്കൊള്ളേണ്ടി. അതായത് നമ്മൾ ഒരുമിച്ച് ഒരു വേർഡ് എഴുതുമ്പോ ലാസ്റ്റത്തെ തോണീനെ ഒരു ഇത്തിരി വലുതാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മളിതില് നുബിത. ഓക്കെ, നുബിത. ഓക്കെ, ഇത് നബത, ഇത് നുബി. ഇന്ന് ഞാൻ ഒന്നും കൂടി എഴുതിത്തരാം. നമ്മൾ എന്താ എഴുതി? അതെങ്ങനെ നമുക്ക് മനസ്സിലായി? ഞാണെന്ന് മുകളിൽ ഡോട്ടിട്ടപ്പോ ഞാണ് മനസ്സിലായി, താഴെ ഡോട്ടിട്ടപ്പോ ബ ആണ് മനസ്സിലായി, മുകളിൽ 2 ഡോട്ടിട്ടപ്പോ. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെ ഐഡന്റിറ്റി അതിന്റെ ഡോട്ട് നോക്കുക കേട്ടോ. അതേപോലെ അതേപോലെ ന ആണോ അതുപോലെ അല്ലെങ്കിൽ ബ ആണോ ബി ആണോ എന്ന് അറിയണമെങ്കിൽ മുകളിൽ വരട്ടാല് ബ, താഴെ വരട്ടാല് ബി, മുകളിൽ ഇങ്ങനെ വളഞ്ഞിട്ടാല് ബു. അപ്പൊ അത് മനസ്സിലാവൂലേ? ഓക്കെ, അപ്പൊ നബത്ത എഴുതി. ഇനി ഓക്കെ, വെരി ഗുഡ്. നു ബി ത. ഓക്കെ, അപ്പൊ നുബീത്ത. അതെങ്ങനെ മനസ്സിലായി? ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞതിട്ടപ്പോ നമുക്ക് മനസ്സിലായത് ഉകാരത്തിന്റെ അടയാ. അപ്പൊ നു ബി ത. ഓക്കെ, മാഷാഅല്ലാ. ഫാത്തിമ മനസ്സിലായില്ലേ? ഓക്കെ, നുബീത്ത. അപ്പൊ ഒരുമിച്ച് വായിക്കുമ്പോ നമ്മൾ നുബീത്ത. ഇതെങ്ങനെ കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. നമ്മള് ഓക്കെ,
നീ ba, നു അല്ല നാ നീ നു നമ്മൾ പഠിച്ചു. അതിലെ നു എടുത്തിട്ടാണ് ഇവിടെ ഇട്ടത്. അപ്പൊ നമുക്ക് വേഗം നു കിട്ടിയില്ലേ? പിന്നെ നമ്മൾ ബാ ബി ബു പഠിച്ചു, ആ ബി ആണിത്. പിന്നെ താ തീ തു പഠിച്ചു, ആ താ ആണിത്. ഓക്കെ, അങ്ങനെ നമ്മൾ നുബിത്ത ഒരുമിച്ച് എഴുതാൻ പഠിച്ചു അല്ലേ? ഇനി നമ്മൾ ഒരു വേർഡും കൂടി പഠിക്കാം. ഇതെന്താ വായിക്ക? sa, വെരി ഗുഡ്. ഓക്കെ, നൗറ പറഞ്ഞേ. sa, ആ ആ ഇതെന്താണ്? ba, വെരി ഗുഡ്. അടുത്തത് നഫീസ പറഞ്ഞേ. ഇതെന്താ 2 ഡോട്ട് ഇട്ടാല്? ത. വെരി ഗുഡ്, മാഷാഅല്ലാ, മബ്രൂക്ക്. ത. മുകളിൽ 2 ഡോട്ട് ഇട്ടാല് ത, മുകളിൽ 1 ഡോട്ട് ഇട്ടാല് ന, 3 ഡോട്ട് ഇട്ടാല് സ, താഴെ 1 ഡോട്ട് ഇട്ടാല് ബ. ഓക്കെ, അതങ്ങനെ പറഞ്ഞു പഠിക്കണം കേട്ടോ. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ പറയണം. എന്നാ പിന്നെ നിങ്ങൾക്ക് എവിടെ കണ്ടാലും ഇത് മനസ്സിലാവും. ഓക്കെ, ഉ ബി ത, ഉബിത്ത. ഓക്കെ, ഇതെന്താണ്? ഉ. ആ ഉ. ഉബിത്ത, ഉബിത്ത. ഓക്കെ, നമ്മള് 4 വേർഡ്. ഓക്കെ, അൽഹംദുലില്ലാ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 1 പഠിച്ചത് അല്ലേ? ഇന്ന് ഇൻഷാ അല്ലാ നമ്മൾ അടുത്ത യൂണിറ്റ് പഠിക്കാൻ പോകും. ഞാൻ നിങ്ങൾക്ക് ഒരു റിവിഷനും ആയിക്കോട്ടെ, പുതിയ വന്ന ആളുകൾക്ക് അവർക്ക് ഇതെല്ലാവർക്കും ഞാനൊരു ക്ലാസ് കൊടുത്തിരുന്നു. എന്നാലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. താ തീ തു. ഒന്ന് വായിച്ചേ നൗറ. അല്ലെങ്കിൽ വേണ്ട, ഒന്നും കൂടി ഉണ്ടല്ലോ ഇവിടെ എവിടെയും. ആ ഒരു മിനിറ്റ്. ഓക്കെ, ഇതെന്താണ്? sa, ba, വെരി ഗുഡ്, വെരി ഗുഡ്. ആ sa, ആ sa, ത. na, ത. ത. ആ nya, ന. വെരി ഗുഡ്. ആ ba, bi, ബി. നൗറ അങ്ങോട്ട് നോക്കിയേ. ഓക്കെ, നഫീസ പറയൂ. ആ ഇത് പറയുമ്പോ നിങ്ങൾ ബ ബി ബു, ബബിബു. babibu, ഓക്കെ, വെരി ഗുഡ്. ഓ വെരി ഗുഡ്. ഒരുമിച്ച് പറഞ്ഞേ. തീത്തു. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത പറഞ്ഞേ. ആ താത്തീസു. മാഷാ. പറയുമ്പോ ഇപ്പോഴേ പഠിച്ചോളി. നാവിന്റെ തുമ്പ് ഇവിടെ അങ്ങനെ സ സ. എയർ കുറച്ച് ഇവിടെ നമ്മളൊരു കടലാസ് വെക്കുകയാണെങ്കിൽ അത് പറഞ്ഞു പോകും കേട്ടോ. ഇത് ന. ഫാത്തിമന്റെ മൈക്കും ആണല്ലേ? ഓക്കെ, മറ്റേ എന്താണ് നൗറ ഇപ്പൊ എഴുതണ്ട. ഇപ്പൊ ഇത് നോക്കിയാ മതി. ന നീ നു. ഇൻഷാല്ലാ, മബ്രൂക്ക്. ആ ഇനി ഇത് വായിക്കാൻ കിട്ടുമോ? നഫീസക്ക് വായിക്കാൻ കിട്ടുമോ? ആ പറഞ്ഞേ. നഫീസ കേൾക്കുന്നില്ല. ഓക്കെ, നബത. വെരി ഗുഡ്. നഫീസ എന്ന് പറഞ്ഞേ. നഫീസ പറയാ. കേൾക്കുന്നില്ല മോളെ. നബത. വെരി ഗുഡ്. ഓക്കെ, നബത. ഇതെന്താണ്? ബാങ്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? ബാങ്ക് കൊടുക്കുന്നു. ബാങ്ക് കൊടുക്കുമ്പോ എന്താ ചെയ്യണ്ടേ? ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുന്ന അതേപോലെ പറയണം അല്ലേ? ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല. അരുല്ലേ ബാങ്ക് കൊടുക്കണ്ട്.
ഹൈസ. ഹൈസക്ക് മാത്രം എന്താ അതിൽ കയറാൻ പറ്റാത്തെ? ഓക്കെ, ഒരാളും കൂടി വരുന്നുണ്ട്. ഹൈസ. ഹൈസ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൊന്നും കയറിയിട്ടില്ലേ? ഓക്കെ, അപ്പൊ നബത നുബീത്ത. നുബീത്ത ഇത് എങ്ങനെ നുബീത്ത എന്ന് മനസ്സിലായി? ഇതാ മുകളിൽ ഡോട്ട് ഇട്ടു, അതിന് മുകളിൽ വളഞ്ഞടയാളം ഇട്ടു. അപ്പൊ നു, അപ്പൊ ബി, അടിയില് വര. അടിയിൽ കരത്തിന്റെ ചിഹ്നിട്ടു. ഇത് മുകളിലാണ് 2 ഡോട്ട്. അപ്പൊ നുബീത്ത. ഇതെന്തായിരുന്നു? സുബീത്ത. സുബീത്ത. ഓക്കെ, ആദ്യമായിട്ട് ജോയിൻ ആയവര് ബേജാറാവേണ്ടത് സാവധാനം പഠിയിട്ടാ. നിങ്ങൾ വർക്കൊക്കെ പറഞ്ഞ് പഠിച്ചാൽ മതി ട്ടാ. സബത, സബത. സ്പീഡിൽ പറയുമ്പോ നബത, നുബിത, കുബിത, സബത. ഓക്കെ, അടുത്തത് തന്നെയാണ് ട്ടോ. നബത ഇങ്ങനെയാണ് നിങ്ങൾ എഴുതണ്ടേ. നിങ്ങളുടെ വർക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒന്ന് എഴുതുക. ഇതുണ്ടോ ഈ ലൈനില്, അടുത്തത് ഈ ലൈന്, അങ്ങനെയാട്ടോ എഴുതേണ്ടത്. ഇത് സബത, നുബിത. നിങ്ങൾക്കൊക്കെ എന്റെ സ്ക്രീൻ കാണുന്നില്ലേ? പിന്നെന്താ ഹൈസക്ക് മാത്രം കാണാത്തെ? ഒരു മിനിറ്റ് കേട്ടോ, ഹൈസനെയും കൂടി ഒന്ന് ജോയിൻ ആക്കാൻ പറ്റുമോ നോക്കട്ടെ. നോക്കട്ടെ കേട്ടോ, ആടാക്കാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? നബത, സബത, നുബിത. അപ്പൊ അത് ഓരോ അക്ഷരം നോക്കിയിട്ട് വേണം. ഓക്കെ, ഓരോ അക്ഷരം നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ കേട്ടാ. ഓക്കെ, ബ, ബി, ബു. ഓക്കെ, ഇതൊക്കെ എഴുതേണ്ടതാ ഈ ലൈനില് മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടതാ. ഇത് അങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് കേട്ടാ. അടയാളം കാണിച്ചു തരാം. നിങ്ങളെ ലൈന് ഇതാണ്. ഒന്നിതാണ്, പിന്നെ ഇതാണ്. ഓക്കെ, പിന്നെ ഇതാണ്. ഓക്കെ, അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടാ. വഹീം, ഇവർക്ക് ഇതിൽ കയറാൻ പറ്റുന്നില്ല. എനിക്ക് ആടാക്കാൻ പറ്റും. എന്താ അവർക്ക് പറ്റാത്ത? ഒരു പേരിങ് വേണം. ഓ, അത് നിങ്ങളുടെ നെറ്റിന്റെ വിഷയമാണ്, നമ്മുടെ പ്രശ്നമില്ലാന്ന്. വേറെ ഏതെങ്കിലും ഫോണിൽ കയറാൻ പറ്റുമോ നോക്കി. ഓക്കെ, നമ്മുടെ ഒരാളും കൂടി ഉണ്ട്, അവർക്ക് കയറാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതെന്താണ്? അല്ല, ഇതെന്താ? ത, തി, തു. ത, സി, തു. ഓക്കെ, ന, നി, നു. ഇതെന്താണ്? അറിയാലല്ലേ? പിന്നെ നമ്മൾ അടുത്ത പഠിക്കാട്ടോ. ഓക്കെ, അടുത്ത പാഠം പഠിക്കാം. തൽക്കാലം ഞാൻ ഇതിൽ തന്നെ എഴുതി പഠിപ്പിച്ചു തരാം കേട്ടോ. നമ്മളിനി അടുത്ത കാര്യങ്ങൾ ഇനി പോയിക്കോ. അടുത്ത കാര്യങ്ങൾ. ഓക്കെ, ബാബ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് ഇനി അടുത്തതിലോട്ട് പോവാട്ടോ. നമ്മൾ ഒരു യൂണിറ്റിലാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമ്മൾ പുതിയൊരു അക്ഷരം കൂടി പഠിക്കാനല്ലേ. ഇതുവരെ നമ്മൾ പഠിച്ചത് ഇതുവരെ നമ്മൾ അലിഫ്. ഓക്കെ,
ഇതുവരെ നമ്മൾ പഠിച്ചത് ഇതൊക്കെ പഠിച്ചു. ബാ പഠിച്ചു, താ പഠിച്ചു ഒക്കെ. അത് ഡോട്ട് നോക്കിയിട്ടാണ് നമ്മൾ അറിയാം അല്ലേ? എന്താ അറിയാ? അടിയിൽ ഡോട്ട് ഇട്ട ബ, മുകളിൽ 2 ഡോട്ട് ത, മുകളിൽ 3 ഡോട്ട് സ, ഞാ. ഓക്കെ, ഞാൻ എഴുതുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഒരു അക്ഷരം പഠിക്കുന്നുണ്ട്. ഇതെന്താണ്? ഇതൊരു എളുപ്പമുള്ള ഒരു അക്ഷരം. ഇതെന്താ? അലിഫ്. അലിഫ് എന്താണ്? അലിഫ്. നമ്മൾ അറബിയിലെ ആദ്യത്തെ അക്ഷരമാണ് അലിഫ്. ഓക്കെ, അലിഫ് എഴുതാൻ എളുപ്പമല്ലേ? ഇതുവരെ നമ്മൾ ഈ ലൈന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് നമ്മൾ ഇവിടെ നിന്നിട്ട് അല്ലേ, മുകളിൽ നിന്ന് താഴോട്ട് വരച്ചു അല്ലേ? അതിനാണ് നമ്മൾ അലിഫ് എന്ന് പറയാം കേട്ടോ. ഈ അലിഫിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ അലിഫ് നമ്മൾ ഇങ്ങനെ ബാ ഇട്ടപ്പോ നമ്മൾ മുകളിൽ ഇങ്ങനെ ചെരിഞ്ഞൊരു വര കൊടുത്തില്ലേ? നമ്മൾ അതിന് അകാരം എന്ന് പറഞ്ഞില്ലേ? ഈ അകാരത്തിന് നീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലിഫ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇപ്പൊ ബാ ആയി, നമ്മൾ ബാ പറയണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഇപ്പൊ ഇങ്ങനെ താഴോട്ടല്ല, നമ്മൾ ബാ എഴുതിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് വരണം. നമ്മൾ എന്ത് വായിച്ചു? ബാ. എന്താണ്? ബാ. ഓക്കെ, അപ്പൊ നമ്മള് ബാന നീട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അലിഫ്. എന്നിട്ട് നമ്മൾ താഴോട്ട് മുകളിൽ അകാരം ഇട്ടാലും ഇല്ലെങ്കിലും നമ്മള് ബാ വായിക്കും. ഓക്കെ സൈൻ, നമ്മൾ അടുത്ത ക്ലാസ് തുടങ്ങി. എല്ലാരും വന്നോളി. ഐറിനിക്ക് ഈ എഴുതൂല. അല്ല, ഇതൊരു എഴുതായിരുന്നു. സമയമുണ്ടല്ലോ, നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന്. ഇപ്പൊ എഴുതണ്ട കേട്ടാ, ഇപ്പൊ സ്ക്രീനിൽ നോക്കാട്ടാ. ഈ ഹസൻ ശ്രദ്ധിച്ചോ? പുതിയ പാഠം വന്നിട്ടുണ്ട്. നമ്മൾ ഇതിന് പോയി. അപ്പോ നൗറ, മിസ്രിയ, ഫാത്തിമ ഇതൊക്കെ വരാൻ പറ്റില്ല. ഇപ്പൊ ഇതെന്താണ്? ബാ. ഇപ്പോഴും നല്ല സൗണ്ട് ഉണ്ടല്ലോ. ആരാ സൗണ്ട് ഉണ്ടാക്കുന്നത്? സൗണ്ട് ഉണ്ടാക്കില്ല. ഓക്കെ, ഇനി ഞാനിത് എഴുതാം. ഇതെന്താ വായിക്കുക? വെരി ഗുഡ്. ഇനി നമ്മൾ എങ്ങനെ എഴുതും? ഒരു പണിയില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി സ എങ്ങനെ എഴുതാ? എഴുതിയിട്ട് ഒരു തോണി വരക്കുക, മുകളിലോട്ട് വരക്കുക. ഓക്കെ, 3 ഡോട്ട് ഇടുക. ഓക്കെ, എന്നിട്ട് 10, എന്നിട്ട് അകാരത്തിന്റെ അടയാളം ഇടുക. അപ്പൊ നമ്മള് അപ്പൊ വെരി ഗുഡ്. ഇനി നമ്മൾ ഒരു അക്ഷരം കൂടി പഠിച്ചു. ഇത് എന്താ പറഞ്ഞേ? നോക്കി പറ. ഈ എവിടക്ക അതിലെടുക്ക് മുങ്ങിയ? ആദമും അദ്നാനും. ആദം, അദ്നാൻ രണ്ടാളും എപ്പോഴും പ്രശ്നത്തിലാക്കുന്ന പേരാണ് ആദം, അദ്നാൻ. ഇത് ഞാണ് മോനെ. മുകളിൽ ഒരു ഡോട്ട് ഇട്ടാൽ അതേപോലെ അതിന് സ്റ്റൊമക്ക് ഉണ്ട്, കണ്ട? ഒരു വയറുണ്ട്, അതിന്റെ വയറ് ചാടിയിക്കണുണ്ട താഴോട്ട്. നമ്മൾ ബാ ഒക്കെ എഴുതിയപ്പോ നമ്മൾ മുകളിലോട്ട് എഴുതി. ഇയാൾ ഇത്തിരി താഴോട്ട് വന്നില്ല. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് ഞാ ആണ് കേട്ടാ. അപ്പൊ നമ്മള് ഇതെവിടെ കണ്ടാലും മറക്കാൻ പാടില്ല. ഒറ്റക്ക് എഴുതുമ്പോഴാണ് അങ്ങനെ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? സദാ പോലെ തോണി വരച്ചിട്ട് ഒരു ഡോട്ട് ഇടാം മുകളില്. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് ആണ്. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മളിപ്പോ അകാരത്തെ നീട്ടാൻ പഠിച്ചു. അല്ലെ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇത് ഞാൻ തന്നെ പറഞ്ഞിട്ട് കഴിഞ്ഞിരിക്കണം. പറഞ്ഞേ, ഇത് പറഞ്ഞേ.
വെരി ഗുഡ്. ഓക്കെ. ഇനി അൽഫിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടെ. അലിഫ് എന്ന് പറഞ്ഞാല് അലിഫിനെ നീട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുള്ളൂ, വേറെ ഒന്നിനും പറ്റൂല. പറ്റും, അത് പിന്നീട് പഠിക്കും. പക്ഷെ ഇപ്പൊ നമ്മള് അലിഫിനെ നീട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കും. ഇപ്പൊ ബാനെ നീട്ടാൻ ബാ അല്ലേ? പക്ഷെ അലിഫിന് ഇങ്ങനെ അലിഫ് ലോങ് വവൽ മാത്രമാണ്, അതായത് നീട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കും. ഇതിന്റെ മുകളിൽ അകാരം, ഇകാരം, ഉകാരം ഒന്നും വരില്ല. ഓക്കെ, ഐറിൻ സങ്കടായോ? ഐറിൻ സങ്കടായോ? ആന്റെ മേലതൊന്നും വരില്ല പറഞ്ഞപ്പോ ഒരു സങ്കടായോ? മുഖഭാവം മാറിയല്ലോ. പക്ഷെ അതിന് വേറെ കുറെ ഉപയോഗങ്ങൾ ഉണ്ട് കേട്ടോ. അലിഫിനെ നമ്മൾ ഒഴിവാക്കൊന്നുമില്ല, ഒരുപാട് ഉപയോഗമുണ്ട്. ഇപ്പൊ തൽക്കാലം നമ്മള് അകാരത്തെ, ഇതാണ് അകാരം, അകാരത്തിന് നീട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കും കേട്ടാ. അങ്ങനെ. അപ്പൊ അതൊന്ന് അതുപോലെ വേറൊന്ന്, അലിഫിന് ശേഷം വേറെ അക്ഷരം എഴുതൂല. ഓക്കെ. എന്താണ് കഴിഞ്ഞിട്ടില്ല, കുറച്ചേരം കൂടി ഉണ്ട്. പിന്നെ അന്ന് നമ്മൾ പുതിയതാ പഠിക്കുന്ന, ശ്രദ്ധിക്ക്. ഈ നേരത്തെ വന്നിരുന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് വെച്ച് കുഴപ്പമില്ല, കാരണം ഇന്ന് ഇത്തിരി ബുദ്ധിമുട്ടുള്ള നമ്മൾ പഠിക്കുന്നത്. അലിഫിന് ശേഷം വേറൊരു അക്ഷരം എഴുതൂല. ഓക്കെ, ഇതിന്റെ കൂടെ ബാ എഴുതൂല, അല്ലെങ്കിൽ താ എഴുതൂല, ഒന്നും എഴുതൂല. ഇപ്പൊ ബാന്റെ കൂടെ നമ്മൾ താ എഴുതിയില്ലേ, ഇങ്ങനെ എഴുതിയില്ലേ? അതുപോലെ നാന്റെ കൂടെയൊക്കെ എഴുതിയില്ലേ നമ്മള്. പക്ഷെ അലിഫിന്റെ കൂടെ ഒന്നും എഴുതൂല കേട്ടോ. അലിഫിന് ശേഷം ഒന്നും എഴുതൂല, അലിഫിന്റെ മുമ്പ് ബാ എഴുതും. ഇപ്പൊ എന്താ പറയാ, വേറെ സൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ഉറക്കെ പറയേണ്ടി വരികയാണ്. ഓക്കെ, അതാണ് അലിഫിന്റെ പ്രത്യേകത. അലിഫിന് പിന്നെ മുകളിലോ താഴെ ഒന്നും വരില്ല കേട്ടോ. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബാനെ നീട്ടാൻ ബാ, അകാരത്തിന് നീട്ടാന് അലിഫ് ഉപയോഗിക്കുന്ന പഠിച്ചു അല്ലേ? അപ്പൊ നമുക്കിനി ബീനെ നീട്ടണ്ടേ? ബീ നീട്ടണ്ടേ? ഓക്കെ, ബീനെ നീട്ടാൻ എന്താണെന്ന് അറിയോ? നമുക്കൊരു താറാവിനെ വരച്ചു വെക്കാം. താറാവ് എങ്ങനെ വരക്കുക? ഒരു എസ് ഇടാ ഇവിടെ അടിയില്, നമ്മുടെ വരയോട് ചേർന്ന ഒരു എസ്. താറാവിന്റെ തലയാണ് ഇട്ട് വരക്കണേ. എന്നിട്ട് അതിന്റെ ഉടൽ ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിലല്ലേ ഉണ്ടാവുക. അപ്പൊ തല വെള്ളത്തിന്റെ മുകളിൽ കണ്ടാ, ഇതാ ഇവിടെ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ ഉണ്ടാവും, അതിന്റെ ഉടല് വെള്ളത്തിന്റെ താഴെ ഉണ്ടാവും അല്ലേ? എന്നിട്ട് അതിന്റെ അടിയിൽ രണ്ട് കാലും വരച്ചു കൊടുക്കുക, രണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ വായിക്കുക? ഇകാരത്തെ നീട്ടാനാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. എങ്ങനെ നമ്മൾ വരച്ചേ താറാവിനെ? നഫീസ ബേജാറായോ? താറാവിന് അങ്ങനെ അതേപോലെ ഇതാ ചെറിയൊരു എസ് ഇട്ടിട്ട് ഇങ്ങനെ ഉടല് താഴോട്ട്, വെള്ളത്തിൽ താഴോട്ട്, അതിന്റെ അടിയിൽ രണ്ട് ഡോട്ട്. അപ്പൊ ഈ ഒരു താറാവിന്റെ ഷേപ്പാണ് യാന്റെ അടയാളം അല്ലേ? അപ്പൊ ഇതിന് നമ്മൾ നീട്ടാൻ എങ്ങനെ ഉപയോഗിക്കാം? അത് നമുക്ക് അടിയിൽ എഴുതാം. നമ്മൾ ബാ എഴുതിയിട്ട് അതിന്റെ കൂടെ ഇങ്ങനെ എഴുതാം. ഇകാരത്തെ നീട്ടാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇകാരത്തെ നീട്ടാന് നമ്മള് ഇപ്പൊ സൈലന്റ് ആയത് കണ്ടോ? നഫീസന്റെ മൈക്ക് ഓഫ് ചെയ്തപ്പോ ശാന്തതയായി. നഫീസന്റെ മൈക്ക് ഓൺ ചെയ്യുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ബി എന്താണ്? ബി. ഈ യാക്ക് ഒന്നിടാതെ ഇങ്ങനെ ഇടുമ്പോ നമ്മള് ബി, ഇകാരത്തെ നീട്ടാന് ഉപയോഗിക്കുന്നതാണ് യാ. ഓക്കെ, അപ്പൊ ബി. അപ്പൊ ഇനി നമുക്ക് തീ പറയണ്ടേ? അപ്പൊ നമ്മൾ താഴ്ത ഇതേപോലെ ഇങ്ങനെ താറാവിനെ വരക്കുക. ബീന്റെ അടിയിൽ ഡോട്ട് ഇടുക, അതിന്റെ അടിയിൽ ഇകാരത്തിന്റെ വരടുക, പിന്നെ രണ്ട് ഡോട്ട് ഇടുക. യാന്റെ ഐഡന്റിറ്റി എന്താണ്? രണ്ട് ഡോട്ട്. താഴെ രണ്ട് ഡോട്ട്, രണ്ട് കുത്ത് അല്ലേ? അപ്പൊ ബി വായിച്ചു അല്ലേ? ബി, വെരി ഗുഡ്. അപ്പൊ നമ്മള് ബാ വായിച്ചു, ബി
ഓക്കെ ബി ബി ഓക്കെ ഇനി നമ്മള് ഓക്കെ അപ്പൊ തി തീ എഴുതണ്ട തി തീ തീ ഓക്കെ അതേപോലെ ഇവിടെ എഴുതാം താന്റെ ഡോട്ട് ഇടുമ്പോഴേ ഇവിടെ ഒന്ന് ഇട്ടാല് തൊട്ട് മുകളിൽ ഒന്നിടുക കേട്ടോ അങ്ങനെ അല്ലേ ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇട്ടാ ഡോട്ട് താന്റെ ഡോട്ട് ഇങ്ങനെ ഇട്ടാല് അടുത്തിട്ടായിട്ട് ഇങ്ങനെ തൊട്ട് ഇങ്ങനെ കേട്ടാ വെച്ചേ വെരി ഗുഡ് ഇനി അല്ലേ ഇനി ഇവിടെ എഴുതാം ഒറ്റക്ക് എഴുതുമ്പോ നമ്മൾ ഇങ്ങനെ എഴുതും അല്ലേ അത് ലാസ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും ഫസ്റ്റിൽ എഴുതുമ്പോ നമ്മൾ സദാ പോലെ ഇങ്ങനെ ഇടും എന്നിട്ട് ഇങ്ങനെ ഇടും അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ എഴുതി ഇനി അല്ല നീ അല്ല വേണ്ടേ നീ ആണ് വേണ്ടേ ഇത്രയല്ലേ ഉള്ളൂ ബാബ തത്ത സിസി ഓക്കെ നീ ആണ് അല്ലേ ഓക്കെ നീ ഓക്കെ നീ ആദ്യം നാ എഴുതണം എന്താ നിങ്ങൾ പറഞ്ഞുതരാത്ത ഇവിടെ നാ എഴുതണ്ടേ ഓക്കെ ഇനി ഇതൊന്ന് വായിച്ചേ ഇത് വായിച്ചേ ദാദാ അവിടെ അവിടെല്ല വെരി ഗുഡ് ഓക്കെ വെരി ഗുഡ് ഇപ്പൊ വായിക്കുന്നത് ഐറിൻ ആണ് കേട്ടോ വെരി ഗുഡ് വെരി ഗുഡ് ദാ ഓക്കെ വെരി ഗുഡ് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് മാഷാഅല്ലാ മബ്രൂക്ക് ഇനി ഫാത്തിമ വായിച്ചു കൊടുത്തേ അതിനെ ശ്രദ്ധിച്ചോ വെരി ഗുഡ് ഇത് ബി ഓക്കെ വെരി ഗുഡ് ഓക്കെ വെരി ഗുഡ് okay mashallah okay very good very good okay mashallah mabruk barakallahu feek ini Adnan വായിച്ചേതാ ഇവിടെ ഞാൻ ഇപ്പൊ ചൂരലെടുത്ത് വരും ഇവർക്ക് ഇത്ര നേരം പറഞ്ഞെടുത്തപ്പോ എവിടെയായിരുന്നു വേഗം വായിച്ചോ ഇനി മുങ്ങിയത് അതിന്റെ അടുക്ക് ഓക്കെ വെരി ഗുഡ് ഓക്കെ അമ്മച്ചി പറഞ്ഞുതരില്ല അമ്മച്ചി പറഞ്ഞുതരരുത് ഒറ്റക്ക് വായിക്ക് ബി ബി അങ്ങോട്ട് നോക്കൂല ഇങ്ങോട്ട് ബി ബി വെരി ഗുഡ് അല്ല ഇങ്ങനെ താ കിട്ടി നമ്മൾ അതിന്റെ ഒപ്പം അലിഫ് ഇട്ടു അല്ലേ അകാരത്തെ നീട്ടാനും നമ്മള് മുകളിലോട്ടൊരു വര വരച്ചു അപ്പൊ താ ഓക്കെ നീട്ടിക്കോ തീ തീ
തീ. എന്താണ്? ഉറക്കെ പറ. തീ. ഓക്കെ, വെരി ഗുഡ്. ഒന്നുകൂടി വായിച്ചേ. ഇത് പ. ആ പ. ആ ബാ ബാ. ഇന്റെ സ്ക്രീനിൽ വരക്കല്ലേ. ആരാ വരക്കണോ? ബ. ബി ബി. ബ. ഇത് ബി. ബി. അടിയിൽ വരട്ടാൽ ഈ എന്നുള്ള ഉച്ചാരണം. അപ്പൊ ബി. അടിയിലിട്ട ബി, മുകളിലിട്ട ബ, പിന്നെ റൗണ്ടിലിട്ടാല് ബു. അത് മറക്കരുത് കേട്ടാ. ഓക്കെ, ഇത് വായിക്കും. എനിക്ക് 1-2 ക്ലാസ് മിസ്സായിക്കണം. അതാണ് ഈ ഇങ്ങനെ തപ്പിത്തടയണത്. ബ, ഇത് ബാ, ഇത് ബി, ഇത് ബി. ഓക്കെ, ഇതെന്താണ്? പഠിപ്പിച്ചില്ല പിന്നെ. ത. 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 ഓക്കെ, വെരി ഗുഡ്. ത. തി. ആ, തി. ടി. മാഷാഅല്ലാ, മബ്രൂക്ക്. ഇതാ സ. എങ്ങനെ മനസ്സിലായി? ആ, 3 പുള്ളി, 3 ഡോട്ട് മുകളിൽ കണ്ടാല് സ. ആ, സ. ആ, തി. സി. ആ, ആ, സി. സി. ആ, അല്ല, മുകളിൽ ഒരു ഡോട്ട് ഇട്ടാല് ന. ആ, ന. ആ, ന. ആ, വെരി ഗുഡ്. ആ, നി. നി. ആ, നി. നീ. ഓക്കെ, നീ നീ. സ്ക്രീനിലുള്ളത് വായിക്കട്ടെ. ഓക്കെ, ഇനി ആരാ? ഇനി നഫീസ മോള് വായിച്ചേ. എന്താ? മാഷാഅല്ലാ. ആ, അതിനാ നോക്ക്, വായിക്കണ നോക്ക്. ആ, ഇത് വായിച്ചോ. ഇത് 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 ബി. ഓക്കെ, വെരി ഗുഡ്. ബി ബി. ഇതെന്താ? ത. ത. തി. വെരി ഗുഡ്. ആ, ആ, സ. സ. സി. സി. മാഷാഅല്ലാ, മാഷാഅല്ലാ. ആ, ന. ന. നിന്നി. മാഷാഅല്ലാ, മാഷാഅല്ലാ. മബ്രൂക്ക്, ബറക്കല്ലാഹു ഫീക്ക്. ഇവിടെ ഇന്ന് ജോയിൻ ചെയ്ത ആളാണ് കേട്ടോ. ഇനി ആരാള്ളേ? നൗറ എവിടെ പോയി? എനിക്ക് സ്ക്രീനിൽ കാണുന്നില്ല. നൗറ ഉണ്ടോ അവിടെ എവിടെയെങ്കിലും? ആ, മാഷാഅല്ലാ, മാഷാഅല്ലാ. മോള് വായിച്ചേ. അതും ശ്രദ്ധിച്ചോ, ഞാൻ എൻ്റെ അടുത്തേക്ക് വരും. വായിച്ചേ. നോക്ക് നോക്ക്. ബ ബ. ആ, ബ ബ. എങ്ങനെ ബ ആണ് മനസ്സിലായി? നോക്ക്, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്ക്. ഈ തോണിന്റെ അടിയില്, പിന്നെ അടിയില് ഡോട്ട് ഇട്ടപ്പോ ബ. അങ്ങനെ കാണുമ്പോ ബ വായിക്കണം കേട്ടോ. ബ ബ. ഇനി ഇത് വായിച്ചേ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ബി ബി. അല്ല, എനിക്ക് എഴുതി വെച്ചുള്ളത്. ആ, ബി ബി. വെരി ഗുഡ്. ആ, ഇതെന്താ? ത. ത. പറ. തി. തി. ഇവിടെ ഇവിടെ. തി. തി. ബ എഴുതല്ല, ഇത് വായിക്ക. അവൾക്ക് ഐഡിയ കിട്ടി. ഓക്കെ, വായിക്കണ്ട. പിന്നെ പോയാ. എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത്? ഓക്കെ, ആള് പോയി വന്നിട്ട്. ഇനി എന്താണ്? സെയിൻ വായിച്ചേ. സെയിൻ വായിച്ചേ. വായിച്ചോ, വേഗം വായിച്ചോ. സമയം കഴിഞ്ഞു. വേഗം വായിക്കും. എന്റെ മൈക്ക് വേണോ? അല്ല, മൈക്ക് ഓഫാ. ആ, ഇയാണ് എന്റെ സ്ക്രീനിൽ എഴുതുന്ന ആളല്ലേ. 840. വായിക്കടോ. വേഗം വായിക്ക്. ടൈം കഴിഞ്ഞു. വേഗം വായിക്ക്. ഇതെങ്ങനെ താവണം?
നാളെ ഞാൻ കൊണ്ട് ആദ്യം വായിപ്പിക്കട്ടെ. ഈ പപ്പത്തിന് ഉറങ്ങി വന്നിട്ട് ആദ്യം വായിക്കോ? മൈക്ക് ഓൺ ചെയ്തിട്ട് വായിക്കോ? അതും ഒരു ഉറക്കം വന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ വായിക്കാൻ? എന്താ വെച്ചാല് എനിക്ക് ഇന്ന് എല്ലാരെയും കൂടി കാണൂല, അതാണ്. ഹസൻ ഭായി ഒക്കെ ഓഫ് ചെയ്തിരിക്കല്ലേ? നിങ്ങളെ ഞാൻ നാളെ വായിപ്പിച്ചോളൂ കേട്ടോ. അപ്പൊ ഒന്ന് ഏകദേശം മനസ്സിലായോ? ഇൻഷാ അല്ലാ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഒന്നും കൂടി റിവിഷൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് മനസ്സിലാവും കേട്ടാ. ഓക്കെ, നാളത്തെ ക്ലാസ്സിൽ നാളത്തെ ക്ലാസ്സിൽ ഒന്നും കൂടി റിവിഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടാ. ഈ ഓക്കെ ബൈ ബൈ പറയാൻ ഓടി വാ. വായിക്കാൻ വിളിച്ചപ്പോ ഒരു ഇൻട്രസ്റ്റും ഇല്ല. നാളെ വായിപ്പിക്കട്ടോ. വന്നു. ഓക്കെ, നാളെ കാണാം. അസ്സലാമു അലൈക്കും. മാഷാഅല്ലാ, മബ്രൂക്ക് നഫീസ, നല്ല കുട്ടിയാണ് കേട്ടോ. ബറക്കല്ലാഹു ഫീക്കും.